നമസ്കാരം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ വലിയൊരു തുക നമുക്ക് സമ്പാദിക്കാനാവുമെന്ന് പല വീഡിയോകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പലരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിവുമുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ലോങ് ടേം വിഷനിലൂടെ കാണണം എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. 10 വർഷം, 20 വർഷം, 30 വർഷം, നമ്മൾ തന്നെ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ 10, 20, 30 വർഷമാണ്. എന്നാൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ ഷോർട്ട് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 3 മാസവും 6 മാസവും ഒക്കെ എൻ്റെ കയ്യിലൊരു തുകയുണ്ട്, അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിട്ടേൺ എടുക്കാൻ പറ്റും. ഈ ഇടയ്ക്ക് ഒരുപാട് കമന്റുകളിലായിട്ടും വാട്സ്ആപ്പ് മെസ്സേജുകളിലായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ കുറച്ച് സമയം ഒരു 3 മാസം 6 മാസ കാലയളവിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു 3 മ്യൂച്വൽ ഫണ്ടുകൾ ഞാൻ സെലക്ടും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും അതുപോലെ തന്നെ ഈ ഒരു പ്രസ്തുത വിവരങ്ങൾ അടങ്ങുന്ന ഒരു ആർട്ടിക്കിളിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നിരന്തരമായിട്ട് കിട്ടുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. 100 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാൻ പറ്റും ലോങ് ടേമിൽ. പക്ഷേ വലിയൊരു തുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേമിലും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇപ്പോൾ മൾട്ടി ക്യാപ്പുകൾ, സ്മോൾ ക്യാപ്പുകൾ, മിഡ് ക്യാപ്പുകൾ, ലാർജ് ക്യാപ്പുകൾ, ഫ്ലെക്സി ക്യാപ്പുകൾ, പലതരത്തിലുള്ള ഫണ്ടുകൾ ഒരുപാടെണ്ണം ഉണ്ട്. ആ ഫണ്ടുകളെ കുറിച്ച് നിരന്തരമായിട്ട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു തരത്തിലുള്ള ഫണ്ടാണ് മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. കുറച്ച് റിസ്ക് താരതമ്യേന കുറച്ച് കുറവാണ്. ഷോർട്ട് ടേം പീരീഡിൽ 3 മാസത്തിൽ 6 മാസത്തിലൊക്കെ അത്യാവശ്യം റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫണ്ട് എന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫണ്ട് നമ്പർ 1 നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ്പ് ഫണ്ടാണ്. ഇതിന് 259 രൂപയാണ് ഇപ്പോഴത്തെ NAV എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര തുക വേണമെങ്കിലും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കൊടുത്തിട്ടുള്ള റിട്ടേൺ നമുക്കൊന്ന് പരിശോധിക്കാം. ലാസ്റ്റ് ഒരു മാസമായിട്ട് 2.57% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 3 മാസത്തിൽ 9% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 6 മാസത്തിൽ 23% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ എത്ര എമൗണ്ട് 1 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 23,000 റിട്ടേൺ ഒരു 6 മാസം കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫണ്ട് 2005 സ്റ്റാർട്ട് ചെയ്തത്. 2005 സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ നിമിഷം വരെ 18.55% റിട്ടേൺ ഇയർലി കൊടുക്കുന്നുണ്ട്. ബാങ്കിൽ നിന്ന് കിട്ടുന്നതിന് 3 ഇരട്ടി ഫണ്ട് റിട്ടേൺ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള റിട്ടേൺ നോക്കുമ്പോൾ Nifty 500 മൾട്ടി ക്യാപ്പിന്റെ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ്, അതിന്റെ റിട്ടേൺ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഷോർട്ട് ടേമിലും ലോങ് ടേമിലും റിട്ടേൺ കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. ഇനി ഫണ്ട് നമ്പർ 2 ക്വാണ്ടിന്റെ ആക്റ്റീവ് ഫണ്ടാണ്. ഈ ക്വാണ്ടിന്റെ ആക്റ്റീവ് ഫണ്ടിന്റെ ഇപ്പോഴത്തെ NAV 657 രൂപ 59 പൈസയാണ്. ഇതിൽ നമുക്ക് വരുന്നത് 3 ഇയറിലേക്ക് 24%, 1 ഇയറിൽ 49%, 6 മാസത്തിനിടയിൽ 28% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 3 മന്ത്സിനിടയിൽ 7% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 1 മന്തിൽ 1% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ 19.81% എല്ലാ വർഷവും റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഇത് 2001 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല ലോങ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. 2001, 2005 രണ്ട് കമ്പനിയും ലോങ് ടേമിലേക്കുള്ള ഒരു കമ്പനിയാണ്. മൾട്ടി ക്യാപ്പ് ഫണ്ടാണ്. അടുത്ത ഫണ്ട് എന്ന് പറഞ്ഞാൽ DSPയുടെ ഒരു മൾട്ടി ക്യാപ്പ് ഫണ്ടാണ്. DSPയുടെ മൾട്ടി ക്യാപ്പ് ഫണ്ടിൽ നമുക്ക് റിട്ടേൺ വരുന്നത് നമുക്ക് നോക്കാം. 3 മാസമായിട്ട് 6.57% കൊടുത്തിട്ടുണ്ട്. 1 മന്ത് ആയിട്ട് 2.61 ഉണ്ട്. കാരണം ഇത് ഇപ്പോൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. മറ്റേ രണ്ട് പഴയ ഫണ്ടാണ്. ഇത് ജനുവരിയിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതും സെയിം നിഫ്റ്റിയുടെ 500 മൾട്ടി ക്യാപ്പ് റിട്ടേൺ ബേസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. 6.51% ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിട്ടേൺ ആണ് ഈ ഫണ്ടുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. പൊതുവെ മ്യൂച്വൽ ഫണ്ടുകളിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് 500 രൂപ 1000 രൂപയൊക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ചില ഫണ്ടുകൾ 100 രൂപയൊക്കെ ഉണ്ട്. 15 ദിവസത്തേക്കും 30 ദിവസത്തേക്കൊക്കെ എക്സിറ്റ് ലോഡ് പല ഫണ്ടുകൾ ചെയ്യുന്നുണ്ട്. അത് 1% എക്സിറ്റ് ലോഡാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ, റിഡീം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സിറ്റ് ലോഡ് ചാർജ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓരോ കമ്പനിയിൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പറയും. പേടിയുള്ള ആൾക്കാർ ബാങ്കിൽ വഴി ഡയറക്റ്റ് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ബാങ്കിന്റെ ആപ്പ് വഴി തന്നെ ചെയ്യാന്നാണ് പറയുന്നത്. കാരണം തേർഡ് പാർട്ടി ആയിട്ടുള്ള പല കമ്പനികളിൽ ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് പേടിയുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി കമ്പനികൾ ആണ് നമുക്ക് ഏറ്റവും ഈസി എന്ന് പറയുന്നത്. നമുക്ക് ആപ്പിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫണ്ടിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്തവർ ബാങ്കിൽ നിന്ന് നേരിട്ട് ചെയ്താൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ബാങ്ക് മാനേജേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആപ്പിലൂടെ തന്നെ ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അതേപോലെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് കൂടിയാണ്. അതേപോലെ നഷ്ടങ്ങൾ വന്നതായിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മളുടെ കണ്ണിൽ ആ നല്ല നല്ല ഫണ്ടുകൾ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ നോക്കിയതിൽ ഏതെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ആ സമ്പത്ത് കണ്ടെത്താൻ പറ്റാത്തതിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ഞാൻ നോക്കിയ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഇതുപോലെ നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 6%, 7% ഒക്കെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മുകളിലേക്കാണ് റിട്ടേൺസ് എപ്പോഴും കൊടുത്തിട്ടുള്ളത്. എല്ലാവരും നല്ലൊരു ഇൻവെസ്റ്റർ ആയിട്ട് മാറുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതലായിട്ടുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.